Hi students, welcome to LND. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആയ ട്രിഗ്നോമെട്രി അതായത് ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ പേജ് 110ലെ 3ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യം വായിക്കാം. 3ാമത്തെ ചോദ്യം, the lengths of the diagonals of a parallelogram are 8 centimeters and 12 centimeters and the angle between them 50 degree. Calculate its area. അതായത് ഒരു സാമാന്തര്യത്തിന്റെ വിവരണങ്ങൾ 8 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും അവയ്ക്കിടയിലുള്ള കോണളവ് 50 ഡിഗ്രിയും ആയാൽ പരപ്പളവ് എത്ര? പരപ്പളവ് കണ്ടുപിടിക്കാം. നമുക്ക് ചിത്രം വരച്ച് ചെയ്യാൻ നോക്കാം. തന്നിരിക്കുന്ന അനുസരിച്ച് ചിത്രം വരച്ചിട്ടുണ്ട്. ഡയഗണൽസിന്റെ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടില്ല. ഡയഗണൽസിന്റെ ലെങ്ത് ചെറുതിൻ്റെത് 4 സെന്റിമീറ്റർ 4 പിന്നെ വലുതിൻ്റെ 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ഇതെല്ലാം സെന്റിമീറ്റർ ആട്ടോ. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഡയഗണൽസിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. 2 ഡയഗണൽസിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് പാരലോഗ്രാമിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ദം തന്നിട്ടുണ്ട്. ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിൾസ് 50 എന്ന് തന്നിട്ടുണ്ട്. എന്താ പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഡയഗണൽസ് ആർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. പെർപെൻഡിക്കുലർ അല്ല, ബൈസെക്ടർ ചെയ്യുന്നേ ഉള്ളൂ. അതായത് ODയുടെ ലെങ്തും OBയുടെ ലെങ്തും ഈക്വൽ ആയിരിക്കും. OAയുടെ ലെങ്തും OCയുടെ ലെങ്തും ഈക്വൽ ആയിരിക്കും. പിന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. പിന്നെ ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട്. നമുക്കിത് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് പാരലോഗ്രാം കാണുന്നത് ഏരിയ ഓഫ് പാരലോഗ്രാം ഈക്വൽസ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ശരിക്കുമുള്ള ഫോർമുല. പക്ഷെ ഇത് ഇങ്ങനെ അല്ലാതെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. എങ്ങനെയാണ്? ഇതിപ്പം 4 ട്രയാങ്കിൾ ഉണ്ട്. ഈ 2 വിധം ഇത് അതായത് ട്രയാങ്കിൾ ABDയും ABDയുടെ ഏരിയ കണ്ടിട്ട് എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ പാരലോഗ്രാം കിട്ടും. അല്ലെങ്കിൽ AC ഡയഗണൽ ആയിട്ട് ട്രയാങ്കിൾ ABCയുടെ ഏരിയ കണ്ടിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഏരിയ പാരലോഗ്രാം കിട്ടും. ഞാനിപ്പോൾ ആ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ വെച്ച് ചെയ്യാം. ഏത് ട്രയാങ്കിൾ എടുക്കും? ഞാൻ ട്രയാങ്കിൾ ABD എടുക്കുന്നു. അപ്പോൾ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ഹൈറ്റ് ഇല്ല, ഹൈറ്റ് ഞാൻ ഒരെണ്ണം വരയ്ക്കുവാണ്. 90 ഡിഗ്രി ആയിരിക്കും. അതിന് ഞാനൊരു പേര് കൊടുക്കുന്നു, E എന്ന് പേര് കൊടുക്കുന്നു. എല്ലാം കൂടെ എഴുതിയിട്ട് കാണുന്നില്ലല്ലേ? ഇവിടെ E, ഇവിടെ 4 സെന്റിമീറ്റർ, അതായത് ഇങ്ങനെ വരും. ഇവിടെ ഹൈറ്റ് വരയ്ക്കുന്നു. ഇവിടെ D, ഇവിടെ O, ഇവിടെ A, ഇവിടെ 50 ഡിഗ്രി. ഈ ലെങ്ത് 4 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ. AOD മാത്രം ഞാൻ എടുത്ത് വരച്ച് കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് പാരലോഗ്രാം കാണാൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ വെച്ച് ചെയ്യാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഹൈറ്റ് ഇല്ല, ബേസ് ഉണ്ട്, BDയുടെ ലെങ്ത് 8 എന്നുണ്ട്. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? AE കണ്ടുപിടിക്കണം. AEയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ എടുത്താൽ മതി അല്ലേ? അപ്പം നമുക്ക് ഇത് കണ്ടുപിടിച്ചിട്ട് എഴുതാം. ഇൻ ട്രയാങ്കിൾ AOD. അപ്പൊ നമുക്ക് ഈ ആംഗിൾ 50 ആണ്. ഇതിന്റെ എതിർവശം കണ്ടുപിടിക്കണം. ഇതിന്റെ 90യുടെ ഓപ്പോസിറ്റ് ആണ് OA. ഹൈപ്പോട്ടിന്യൂസ് അറിയാം. അപ്പൊ നമ്മൾ ഏത് റേഷ്യോ ആണ്? എതിർവശം ബൈ കർണം. ഏതാണ്? സൈൻ എടുക്കാം. സൈൻ 50 ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് AE ബൈ ഹൈപ്പോട്ടിന്യൂസ് OA ഈക്വൽസ് AE ബൈ OA ഈസ് 6. ഇനി നമുക്ക് സൈൻ 50യുടെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. അതായത് സൈൻ 50യുടെ വാല്യൂ 0.7660 എന്നാണ്. ഈക്വൽസ് AE ബൈ 6. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AEയുടെ ലെങ്ത് കിട്ടും. AE ഈക്വൽസ്
6 into 0.7660. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0, 6 6 are 36, 3, 6 6 36 plus 3 39, 42 plus 3 45. 4 പ്ലേസ് മാറ്റി ഡെസിമൽ ഇടുമ്പോൾ 4.5. നമുക്കിനി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി കണ്ടുപിടിക്കാം. എ ബി ഡി ഈക്വൽസ് ഹാഫ് ഇൻറ്റു ബേസ് ഏതാ ബി ഡി ഇൻറ്റു ഹൈറ്റ് എ ഈക്വൽസ് ഹാഫ് ഇൻറ്റു ബി ഡി 8 ഇൻറ്റു എ നമുക്ക് എത്ര കിട്ടിയ 4.596. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 24 2. ഇനി അടുത്ത എത്രയായിരിക്കും വരുന്നത്? 3 അല്ലേ? 6 4 24. പുറത്തോട്ട് കാണിക്കാം. 4.96 into 4. 6 4 24 2. 36 plus 38 3. 5 4 20 plus 3 23. 4 4 16 plus 2 18. 18.384 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഏരിയ പാരലോഗ്രാം കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏരിയ പാരലോഗ്രാം ഈക്വൽസ് 2 into 18.384. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 4 2 8. പുറത്തോട്ട് താഴോട്ട് എഴുതാം. 4 2 8, 8 2 16 6, റിമൈൻഡർ 1, 3 2 6 7, 36. 36.768 എന്ന് കിട്ടും. എന്താ കിട്ടുന്നത്? 36.768 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം, എ ട്രയാങ്കിൾ is to be drawn with one side 8 centimeters long and one of the angles on it 40 degree. What's the minimum length of the side opposite to this angle? അപ്പൊ ചിത്രം വരച്ച് നമുക്ക് ചെയ്യാൻ നോക്കാം. അന്നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 4ാമത്തെ ചോദ്യത്തിനനുസരിച്ച് ചിത്രം വരച്ചിട്ടുണ്ട്. 3ാമത്തെ സൈഡ് വരച്ചിട്ടില്ല. അപ്പൊ ചോദ്യത്തില് ഒരു സൈഡ് 8 സെന്റിമീറ്ററും ഈ സൈഡുമായിട്ടുണ്ടാക്കുന്ന ആംഗിള് 40 ഡിഗ്രിയും ആണെങ്കിൽ 3ാമത് ഇത് യോജിപ്പിക്കണമല്ലോ. ഇങ്ങനെ നോക്കിക്കേ, ഇത് എനിക്ക് എവിടെ വേണമെങ്കിലും വെച്ച് യോജിപ്പിക്കാം. എവിടെയെങ്കിലും. ഓക്കെ, ഇങ്ങനെ യോജിപ്പിച്ചാൽ നീളം കൂടുതൽ ഉണ്ട്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നീളം കുറഞ്ഞു വരും. ഏറ്റവും നീളം കുറഞ്ഞത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ്. അപ്പൊ ഞാനിവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് 90 ഡിഗ്രി. ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഷോർട്ടസ്റ്റ് ലെങ്ത്. അപ്പൊ മിനിമം ലെങ്ത് ഓഫ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദിസ് 40 ഡിഗ്രി ആംഗിൾ ആ ചോദിച്ചിരിക്കുക. ഏറ്റവും കുറഞ്ഞ നീളമാണ് എത്ര ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അത് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം പേര് കൊടുക്കാം, ABC. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? BC അല്ലേ? ടു ഫൈൻഡ് BC. അപ്പൊ BC കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് റേഷ്യോ എടുക്കണം? നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടിന്യൂസ് അറിയാം, 90യുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിന്യൂസ് അറിയാം. അപ്പൊ നമുക്ക് എടുക്കേണ്ട റേഷ്യോ സൈൻ ആണ്. സൈൻ 40. സൈൻ 40 ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? BC ബൈ AB. ഇപ്പൊ സൈൻ 40യുടെ വാല്യൂ നമുക്കറിയാം 0. നമുക്കറിയാമല്ല, അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 0.6428. അവർ ക്വസ്റ്റ്യനിൽ തരുമ്പോൾ 2 പ്ലേസോ 3 പ്ലേസോ തരത്തുള്ളൂ കേട്ടോ. 4 പ്ലേസ് ഒന്നും തരത്തില്ല. BC ബൈ 8. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ BCയുടെ വാല്യൂ കിട്ടും. BC ഈക്വൽസ് 8 ഇൻറ്റു 0.6428 ഈക്വൽസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടുന്ന 4 2 4 1 5 4 പ്ലേസ് വരെ 5.1424 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഞാനിപ്പോൾ എഴുതി മൾട്ടിപ്ലൈ ചെയ്തില്ലെന്നേ ഉള്ളൂ, മനക്കണക്കായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ. അപ്പം നമുക്ക് എന്താ എഴുതാം? മിനിമം ലെങ്ത് ഓഫ് ദ സൈഡ്, മിനിമം
minimum length of the side opposite to 40 degree is 5.1424 centimeter. നമുക്ക് കറക്റ്റ് ചെയ്ത് 5.14 സെന്റിമീറ്റർ എന്നും പറയാം. ഓക്കെ, നാലാമത്തെ ഇനി അഞ്ചാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, the length of the sides of a rhombus is 5 centimeters and one of its angles is 70 degree. Calculate the length of its diagonals. റോംബസിന്റെ ഒരു വശം 5 സെന്റിമീറ്റർ, ഒരു കോൺ 70 ഡിഗ്രിയുമായ വികരണങ്ങളുടെ നീളം എത്ര? ഇതാണ് ചോദ്യം. തന്നിരിക്കുന്ന അനുസരിച്ച് നമ്മളൊരു ചിത്രം വരച്ചിട്ടുണ്ട്. ABCD റോംബസ്. റോംബസിന്റെ പ്രത്യേകത എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഓരോ സൈഡും 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെന്താണ് പ്രത്യേകത? ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായി സമഭാഗം ചെയ്യുന്നത്. ഇതെല്ലാം 90-90 വീതമായിരിക്കും. പിന്നെ ബൈസെക്ടർ ഈ ലെങ്തും ഈക്വല്, ഈ രണ്ട് ലെങ്തും ഈക്വൽ. നോട്ട് ഓൺലി ദാറ്റ് ദേ ആർ ആംഗിൾ ബൈസെക്ടേഴ്സ് ഓൾസോ. അപ്പം ആംഗിളിനെയും ബൈസെക്ട് ചെയ്യും. ഒരു ആംഗിള് 17 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എത്രയായിരിക്കും? 35 ഈച്ച് ആയിരിക്കും. 35. ഈ സെന്ററിന് ഒരു പേര് കൊടുക്കാം, O എന്ന് പേര് കൊടുക്കാം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് ദ ഡയഗണൽസ്. എന്താണ് ലെങ്ത് ഓഫ് ദ ഡയഗണൽസ്? അപ്പൊ ഡയഗണൽസിന് നീളം ഏതൊക്കെയാണ്? ഡയഗണൽസ് AC-യും BD-യും. അപ്പൊ AC-യും BD-യും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുത്ത് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുക്കാന്ന് പറയാം. ഞാനിപ്പോൾ AOD ആണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് OD-യും കണ്ടുപിടിക്കണം, OA-യും കണ്ടുപിടിക്കണം. OD കണ്ടുപിടിച്ചാൽ അതിന്റെ ഇരട്ടിയാണ് BD. എന്തുകൊണ്ടാ? ഈ രണ്ട് ലെങ്തും ഈക്വൽ ആണ്. അപ്പൊ OD കണ്ടുപിടിച്ചതിന് ശേഷം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? BD കിട്ടും. OA കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? AC കിട്ടും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ട്രയാങ്കിൾ AOD എടുക്കാം. ഈ ട്രയാങ്കിൾ AOD-യില് 35ന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് OD. ഇതെന്താണ്? 90യുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിന്യൂസ് വരും. അപ്പൊ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ടിന്യൂസ് അറിയാം. അപ്പൊ ഇത് ഏത് റേഷ്യോ ആണ് എടുക്കേണ്ടത്? സൈൻ റേഷ്യോ. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. നമുക്ക് തുടങ്ങാം. ഇൻ ട്രയാങ്കിൾ AOD എന്ന് പറഞ്ഞ് എടുക്കാം. AOD sin 35 equals opposite side OD by hypotenuse AD. അപ്പോൾ sin 35ന്റെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. sin 35ന്റെ വാല്യൂ എത്രയാണ്? sin 35ന്റെ വാല്യൂ 0.5735 ഈക്വൽസ് OD എത്ര അറിയത്തില്ല, AD എത്ര? 5. ഇനിയിപ്പോ OD കാണണ എന്ത് ചെയ്താൽ മതി? ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Therefore OD equals 5 into 0.5735. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എത്ര കിട്ടുക? 5 5 25 5. ഇങ്ങനെ മെന്റലായിട്ട് ചെയ്യാൻ അറിയാത്തവര് ഇങ്ങനെ എഴുതി ചെയ്യാം. 5 3s 15 plus 2 17 1 7 5 35 plus 1 36 5 5 25 plus 3 28. അപ്പോൾ 1 2 4 പ്ലേസ് മാറ്റി ഡെസിമൽ ഇടുമ്പോൾ 2.8675 എന്ന് കിട്ടും. OD കിട്ടി. അപ്പം BD ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഡബിൾ ടോയ്സ്. BD ഈക്വൽസ് 2 into 2.8675. അപ്പം നമുക്ക് എത്ര കിട്ടുക? 5 2s 10 0 7 2s 14 plus 1 15 5 1 13 3 1 16 plus 1 17 5. എത്ര കിട്ടും? 5.7350 എന്ന് കിട്ടും. എത്ര കിട്ടുക? 5.7350. ഇതിലും കുഴപ്പമില്ല. ഇത്രയും സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. അപ്പൊ BD കിട്ടി. നമുക്കിനി എന്താ കൂടെ കണ്ടുപിടിക്കണം? AC കൂടെ കണ്ടുപിടിക്കണം. AC കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതിയാവും? OA കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡബിള്, OAയുടെ ട്വൈസ് ആണ് AC എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഈ ട്രയാങ്കിളിൽ തന്നെ ഇത് അഡ്ജസന്റ് സൈഡ് ആണ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഏത് റേഷ്യോ ആണ് എടുക്കേണ്ടത്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വരുമ്പം നമ്മൾ എടുക്കേണ്ടത് കോസ് റേഷ്യോ ആണ്. ഏത് റേഷ്യോ? കോസ് റേഷ്യോ. അപ്പം കോസ് 35 എന്ന് എടുക്കാം, ഈക്വൽസ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് OA ബൈ AD. OA ബൈ AD. കോസ് 35ന്റെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും 0.8191 ഈക്വൽസ് OA ബൈ AD ഈസ് 5. അപ്പൊ ഇനി എന്താണ് OA കണ്ടുപിടിക്കണം അല്ലേ? OA കണ്ടുപിടിക്കാൻ എന്താ ചെയ്താൽ മതി? അപ്പൊ OA ഈക്വൽസ് എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 into 0.8191. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 5 പിന്നെ മെന്റലായിട്ട് ചെയ്യാറിയോ? 9 5 40 4.0955 സെന്റിമീറ്റർ എന്ന് കിട്ടും OA. അങ്ങനെയാണെങ്കിൽ ACയോ? therefore AC is equal to 2 into 4. ക്ലിയർ ആയിട്ട് എഴുതാം. 4.0955. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 5 2s 10 0, 5 2s 10 plus 1 11 1 19 4 2s 8. 8.191 എന്ന് കിട്ടും. നമുക്ക് എത്ര കിട്ടുക? 8.191 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് അടുത്ത ഡയഗണലിന്റെ ലെങ്ത്. അപ്പൊ നമുക്ക് രണ്ട് ഡയഗണലിന്റെ ലെങ്ത് ആയി. ഏതൊക്കെയാണ്? BD എത്ര കിട്ടി? 5.736 എന്നും എന്താ കിട്ടി? AC എത്ര കിട്ടി? 8.1910. അവസാനം നമുക്ക് ആൻസർ എടുത്ത് എഴുതാം. ലെങ്ത് ഓഫ് ദ ഡയഗണൽസ്. ലെങ്ത് ഓഫ് ദ ഡയഗണൽസ് ആദ്യത്തെ എന്ത് കിട്ടി? 5.7350 എഴുതേണ്ട കാര്യമില്ല, സെന്റിമീറ്റർ ആൻഡ് 8.191 സെന്റിമീറ്റർ. ഇത് രണ്ട് പ്ലേസ് ഡെസിമൽ ആക്കിയൊക്കെ എഴുതാം. 5.74 എന്ന് എഴുതാം. ഇതെങ്ങനെ എഴുതാം? 8.19 എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമ്മുടെ 3 ചോദ്യങ്ങളും കഴിഞ്ഞു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത പോർഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണുമ്പോഴേക്കും ബൈ. ഓക്കെ.